to IET English Learning Club. 19-ാം ദിവസം എപ്പിസോഡ് 19. അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാം ഇംഗ്ലീഷ് ഗ്രാമർ സൂപ്പർ ട്രിക്സിലൂടെ. ക്വസ്റ്റ്യൻ വേർഡ്സ്, അതായത് ചോദ്യവാക്കുകൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ജീവിതത്തിൽ നമുക്ക് പല സന്ദർഭങ്ങളിലായി പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. ഇംഗ്ലീഷിൽ കൃത്യമായി കണിശമായി ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ഉത്തരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിനി ചോദ്യവാക്കുകളെ പരിചയപ്പെടാം, അതായത് ക്വസ്റ്റ്യൻ വേർഡ്സ്. ഏറ്റവും പ്രധാനം വാട്ട്, എന്ത് എന്നാണ്. ഉദാഹരണം പറയാമോ? വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്താണ്? അടുത്തത് വിച്ച്, വിച്ച് ഈസ് യുവർ ബാഗ്? ഏതാണ് നിന്റെ ബാഗ്? ഇനി എവിടെ, വേർ? വേർ ഈസ് യുവർ ഫ്രണ്ട്? നിന്റെ സുഹൃത്ത് എവിടെയാണ്? ഇനി വെൻ, അതായത് എപ്പോൾ. വെൻ ഈസ് യുവർ എക്സാം? എപ്പോഴാണ് നിന്റെ പരീക്ഷ? ഇനി വൈ, എന്തുകൊണ്ട്? വൈ ആർ യു ലേറ്റ്? എന്തുകൊണ്ടാണ് നീ വൈകിയത്? ഇനി ഹൂ, WHO, ആര്? ഹൂ ഈസ് യുവർ ബോസ്? ആരാണ് നിന്റെ മുതലാളി? ഇനി ഹൂസ്, ആരുടെ? അതിനുദാഹരണം എന്താണ്? ഹൂസ് ഈസ് ദിസ് വാട്ടർ ബോട്ടിൽ? ആരുടേതാണ് ഈ കുപ്പിവെള്ളം? ഇനി നമുക്ക് ഹും, മറ്റൊരു ചോദ്യവാക്കാണ് ഹും. ആരെ എന്ന് സൂചിപ്പിക്കാനാണ് ഹും. വിത്ത് ഹും ആർ യു കമ്മിങ്? ആരുടെ കൂടെയാണ് നീ വരുന്നത്? അടുത്തത് ഹൗ, അതായത് എങ്ങനെ. ഹൗ ആർ യു? നിനക്ക് എങ്ങനെയുണ്ട്? ഹൗ ഡിഡ് യു കം? നീ എങ്ങനെ വന്നു? ഇനി എത്ര എണ്ണം, എത്ര എന്നൊക്കെ ചോദിക്കാനാണ് ഹൗ മെനി. അതെങ്ങനെ പ്രയോഗിക്കാം? എക്സാമ്പിളിലൂടെ നോക്കാം. ഹൗ മെനി ക്യാറ്റ്സ് ആർ ദേർ? അവിടെ എത്ര പൂച്ചകളുണ്ട്? ഹൗ മെനി മെമ്പേഴ്സ് ആർ ദേർ? അവിടെ എത്ര അംഗങ്ങളുണ്ട്? ഇനി നമുക്ക് ഹൗ മച്ച്, അതായത് എത്ര മാത്രം എന്നുള്ളത് എങ്ങനെ പറയാം? അതിനുദാഹരണം ഹൗ മച്ച് ഈസ് ഇറ്റ്? ഇതിന്റെ വില എത്രയാണ്? ഇനി നമുക്ക് ഹൗ ലോങ് നോക്കിയാലോ? എത്ര സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹൗ ലോങ് ഹാവ് യു ബീൻ റീഡിംഗ്? നീ എത്ര നേരമായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇനി എത്ര ദൂരം? അതിന് ഹൗ ഫാർ. ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂൾ എത്ര ദൂരെയാണ്? ഇനി എത്ര വയസ്സ് എന്ന് ചോദിക്കുന്നതിന് എങ്ങനെയാണ്? ഹൗ ഓൾഡ് എന്നാണ്. ഹൗ ഓൾഡ് ആർ യു? നിനക്ക് എത്ര വയസ്സായി? അതെ അതെ. ഹൗ ഓഫൻ, അതായത് എത്ര പ്രാവശ്യം. തവണ എന്നൊക്കെ അല്ലേ? അതെ അതെ. അതിനുദാഹരണം ഹൗ ഓഫൻ ഡു യു കോൾ ഹിം? നീ എത്ര തവണ അവനെ വിളിക്കാറുണ്ട് എന്നർത്ഥം, അല്ലേ? അടുത്തത് വാട്ട് എവർ, എന്തായാലും. എന്തായാലും അല്ലേ? അതെ. ഐ വിൽ ഗോ വാട്ട് എവർ ഹാപ്പൻസ്. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പോകും. ഇനി വേറെവർ, എവിടെയായാലും. വേറെവർ ഐ ഗോ ഐ സീ ഹിം. എവിടെ പോയാലും ഞാൻ അവനെ കാണാറുണ്ട്. അടുത്തത് വെന്നെവർ, എപ്പോഴായാലും. ഐ വിൽ കം വെനെവർ യു കോൾ. നീ എപ്പോ വിളിച്ചാലും ഞാൻ വരും. ഇനി ഏതായാലും എന്ന് ഇംഗ്ലീഷിൽ ഏത് വാക്കാണ്? അത് വിച്ചെവർ ആണ്. വിച്ചെവർ. അപ്പൊ ഉദാഹരണം വിച്ചെവർ യു സെലക്ട്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. നീ ഏത് തിരഞ്ഞെടുത്താലും അത് നിനക്ക് നല്ലതാണ്, അല്ലേ? അതെ. ഐ ഹാവ് നോ പ്രോബ്ലം ഹൗവർ യു ടേക്ക്. നീ എങ്ങനെ എടുത്താലും എനിക്ക് പ്രശ്നമില്ല. ഈ ചോദ്യവാക്കുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ പ്രയോഗം ഈ ഉദാഹരണങ്ങളിലൂടെ ഇപ്പൊ മനസ്സിലായല്ലോ, അല്ലേ? ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ ട്രിക്സ് എന്ന 200 രൂപ വിലയുള്ള പുസ്തകം വെറും 99 രൂപയ്ക്ക് ലഭിക്കും. 9446178038 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ.